ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ യുദ്ധം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ന്യൂക്ലിയർ വെപ്പണെ ഇത്രത്തോളം ഭയപ്പെടുന്നത്? നമുക്ക് നോക്കാം. ന്യൂക്ലിയർ വെപ്പൺ അഥവാ ആണവായുധം ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ, അത് ബേസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ, ഇന്നത്തെ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 35°C to 40°C ആണ്. ഇത് തന്നെ വളരെ വലിയൊരു ചൂടാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. ഒരുപാട് പേർക്ക് സൂര്യാഘാതം ഏൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സൂര്യന്റെ സർഫേസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500°C ആണ്. ഏതൊരു ലോഹവും ഏതൊരു ഇരുമ്പും നിമിഷ നേരം കൊണ്ട് ഉരുകി പോകുന്ന ചൂടാണ് സൂര്യന്റെ സർഫേസിലുള്ളത്. പക്ഷെ ഒരു ആണവായുധം, ഒരു ന്യൂക്ലിയർ വെപ്പൺ എവിടെയെങ്കിലും ബേസ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന താപം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 കോടി °C ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ സർഫേസിലെ ചൂടിനേക്കാൾ 18,000 മടങ്ങ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യം ഇനി ഒരു സ്ഥലത്ത് ആണവായുധം ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 10 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാം മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും ചാരമായി പോയിട്ടുണ്ടായിരുന്നു. ചാരം പോലും ഒരുപക്ഷെ ഉണ്ടായിരുന്നു വരില്ല. 50-60 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും തകർന്നടിഞ്ഞ് പൊടിയായിട്ടുണ്ടാകും. 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏകദേശം എല്ലാ ആളുകളും ഷോക്ക് വേവ് മൂലം മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും. 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ഷോക്ക് വേവ് മൂലം അതിഭയങ്കരമായ പരിക്കുകളും മരണവും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല, പിന്നീട് ഒരു 500 വർഷക്കാലത്തേക്ക് ഒരു ബാക്ടീരിയയ്ക്ക് പോലും ജീവിക്കാൻ പറ്റാത്തത്ര വിധം അതൊരു ശ്മശാന ഭൂമിയായിട്ടുണ്ടായിരിക്കും. സത്യത്തിൽ ന്യൂക്ലിയർ വെപ്പൺ ഒരു നഗരത്തെ മാത്രമല്ല ഇല്ലാതാക്കുന്നത്, ഒരു തലമുറയെ കൂടിയാണ്.